അപ്പോൾ ഗായ്സ് നമുക്ക് ഗോൾ ലൈൻ്റെ ടയർ ലിസ്റ്റ് നോക്കാം. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുപോലെ സോളോ ക്യാരി സോളോ മാച്ച് കളിക്കുന്ന പ്ലെയർ ആണോ എന്നാൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞുതരാം ഏതാണ് ബെസ്റ്റ് ഇപ്പം ക്യാരി ചെയ്യാൻ. ഫസ്റ്റ് തന്നെ മോസ്കോ ഡീസൻ്റാണ് ഗൈസ്. മോസ്കോനെ വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നല്ല ക്യാരി ചെയ്യാം. സ്പ്ലിറ്റ് പുഷ് ഉണ്ടായതുകൊണ്ട്. പക്ഷേ നമ്മൾ ചാവണം നോക്കണം. ഫസ്റ്റ് 5 മിനിറ്റ് എന്തായാലും ചാവരുത്. നല്ലോണം ഫാം ചെയ്യുക. ലൈറ്റ് ഗെയിമിലാണ് മോസ്കോ തിളങ്ങുക. പിന്നെ ഐക്കേരി എക്സ്പ്ലസ് ആവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ മോസ്കോവിൻ്റെ പൊസിഷനിങ് ഭയങ്കര പോക്കാണ്. നമ്മൾ എപ്പോഴും മോസ്കോനെ വെച്ച് കളിച്ച് ചാവും. ബിയട്രിക്സ് ഹൈ കയറിയാണ്. ബിയട്രിക്സിനെ വെച്ചിട്ട് നമുക്ക് എല്ലാ കളിയും ജയിക്കാൻ പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബിൽഡ് ബിൽഡിൻ്റെ ഒരു അറ്റാക്കിംഗ് സ്പീഡിൻ്റെ ഒരു ബിൽഡ് ഉണ്ട്. അത് ബിൽഡ് ചെയ്ത് നോക്കി ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഹരിത്ത് ക്യാരി ചെയ്യാൻ അടിപൊളിയാണ് പക്ഷേ സിറ്റുവേഷനിലാണ് നമ്മൾ ഫുൾ ആവറേജ് പ്ലെയർ അല്ല. നല്ല സ്കില്ലുണ്ടെങ്കിൽ ക്യാരി ഹരിത്ത് S+ വരെ കയറും. ഡീസൻറ്റ് സിറ്റുവേഷനിലേ കൊടുക്കണുള്ളൂ. കാരണം നമ്മൾ ഹരിത്തിനെ വെച്ച് കളിക്കാൻ കൂടുതൽ ആൾക്കാർക്കും അറിയില്ല അങ്ങനെ. അല്ലെങ്കിൽ ഹനാബിൻ്റെ അടുത്തൊക്കെ ഹരിത്തേറ്റ് പോയാൽ ഹനാബി അൾട്ടിമേറ്റ് ആണ് ഇട്ടു. അപ്പോൾ കുറച്ച് പാടാണ് ഗൈസ്. ഇരുത്തൽ ഡീസൻ്റാണ്. ലൈല സിറ്റുവേഷനിലാണ്. ലൈല ലൈറ്റ് ഗെയിം ആണെങ്കിൽ ലൈല S+ ക്യാരി. കാരണം ലൈല സിറ്റുവേഷനിലാകാൻ കാരണം എന്താ വെച്ചാൽ സോളോ മാച്ച് കളിക്കുമ്പോൾ ലൈറ്റ് ഗെയിമിലേക്ക് ലൈല എത്തിയാലും ആ ഓപ്പോസിറ്റ് ടീം ലൈനപ്പ് നോക്കണം. അതുപോലെ ഇപ്പോൾ ജോൺസണ്, അതുപോലെ ആൾഡോസ്, സൈബർ, ഇഡോറ ഇവരൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. ലൈല ആണെങ്കിൽ ലൈലനെ പ്രത്യേകിച്ച് കണ്ടാൽ അവർക്ക് പ്രത്യേക ഒരു പിക്കാണ്. ഇപ്പോൾ ഒബ്സിഡിയ ക്യാരിയാണ്. S+ ഹൈ ക്യാരി. നല്ല ഹീറോ ഗൈസ്. ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള ഹീറോ ഒബ്സിഡിയാണ്. പക്ഷേ ബിയട്രസിൻ്റെ അത്ര ക്യാരി ഇല്ലെങ്കിലും ക്യാരി തന്നെയാണ്. കിമ്മി ക്യാരി തന്നെയാണ്, ഹൈ ക്യാരിയാണ്. കിമ്മിനെ വെച്ച് നമുക്ക് ഏകദേശം എല്ലാ കളിയും ജയിക്കാൻ പറ്റും. നല്ല മടിയുള്ള പ്ലെയറാണോ നിങ്ങൾ, കിമ്മിനെ എടുത്തോളി. ഇങ്ങനെ നെക്കി പിടിച്ചു കൊടുത്താൽ മതി. ഹനാബിനെ ഞാൻ കളിയിൽ വന്നാൽ ഞാൻ ഗോൾഡിലേയും കളിക്കാൻ ഹനാബിനെ ബാൻ ചെയ്യാനാണ് പതിവ്. കാരണം എന്താ അറിയോ, ഹനാബിനായിട്ട് മടുത്ത് എനിക്ക്. എല്ലാ കളിയിലും ഈ ഹനാബി തന്നെ. എവിടെ നോക്കിയാലും ഹനാബി. ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിന് മാത്രം കളിക്കുന്ന പ്ലെയറല്ല. ഞാൻ എല്ലാ ഹീറോസിനും വെച്ച് കളിക്കുന്ന പ്ലെയറാണ്. ഏത് ഹീറോസ് വെച്ചാലും ഓപ്പോസിറ്റ് ഹനാബി. അപ്പോൾ ഞാൻ ബാൻ ചെയ്യും. പിന്നെ ക്യാരി നോക്കുകയാണെങ്കിൽ ഡീസൻ്റാണ്. ഡാർക്കസ്റ്റ് ആണെന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ സോളോ മാച്ചിൽ ഡീസൻ്റാണ് എന്നേ ഞാൻ പറയുള്ളൂ. ബ്രൂണോ സിറ്റുവേഷനിലാണ്. പക്ഷെ ഞാൻ ഇപ്പം ബാഡായിട്ട് കൊടുക്കുന്നത്. ലൈറ്റ് ഗെയിമിന് അടിക്കെങ്കിലും ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പം വലിയ കളിയില്ല, പെട്ടെന്ന് ചാവും. സൈബർ, ഇഡോറ, ഈ കടിത്ത ഇവരൊക്കെ വരുന്നത് നല്ല ശ്രദ്ധിക്കണം. ഇവരൊക്കെ വന്നാലാണ് ഈ മാർസ്മാൻ്റെ അന്ത്യം. സിറ്റുവേഷനിൽ ക്യാരി ആക്ച്വലി ഗുഡ്. ഇപ്പം ശരിക്കും മെട്ടാ ഹീറോസിൽ S+ വരേണ്ട ആളാണ്. പക്ഷെ സോളോയിൽ സിറ്റുവേഷനും അല്ലെങ്കിൽ ഡീസൻറ്റിലേക്കും പോവാം. നമുക്ക് ഡീസൻറ്റ് പോവാം. ഇപ്പം ക്യാരി നല്ല കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടാങ്ക് ഓപ്പോസിറ്റ് ടീമിൽ ടാങ്ക് നല്ല ഉണ്ടെങ്കിൽ ക്യാരിന് യൂസ് ചെയ്യുക. ഇനി ഓരോ ടീമിൽ ടാങ്കൊക്കെ കുറവാണ്. നമ്മളെ ടീമിൽ നമുക്ക് ടാങ്ക് ഇല്ലെങ്കിലൊക്കെ പാടാണ്. നമ്മളതിൽ ടാങ്ക് അല്ലെങ്കിൽ MM വെച്ച് അങ്ങനെ കളിക്കരുത് ഗൈസ്. സ്ക്വിഷി ആയിട്ടുള്ള MM ക്ലിൻറ്റ് അതുപോലെ തന്നെ ഗ്രേഞ്ചറിനൊക്കെ വേണമെങ്കിൽ കളിക്കുക നമ്മളിൽ ടാങ്ക് ഇല്ലെങ്കിൽ. 1-1 S+ ഹൈ ക്യാരി. ഓഫ് കോഴ്സ് 1-1 S+. 1-1 ബാനായിരുന്നു കുറച്ച് സീസൺ മുന്നൊക്കെ. ഓട്ടോ ബാനായിരുന്നു. സോളോ മാച്ചിൽ 1-1 വന്ന നൈറ്റ്മാറാണ് ഗൈസ്. നമ്മുടെ ടീമിൽ ആരും കൗണ്ടറൊന്നും പിക്ക് ചെയ്യില്ല. നമ്മൾ എത്ര വലിയ കളിയായാലും കളിച്ചിട്ട് കാര്യമില്ല. ടീം നല്ല ടീമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ 1-1 എടുത്ത് കളിച്ചോളൂ ഗൈസ്. 1-1 കൊല്ലാൻ വേണ്ടി ആൾക്കാർ മൊത്തം നമ്മളെ വയറ്റിലുണ്ടാവും. പോപ്പോൾ ഡീസൻ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് പോപ്പോളിനാണുള്ളത്. പോപ്പോളിൻ്റെ ആ ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നല്ല ടവർ പുഷ് ചെയ്യുക. ട്രാപ്പ് വെക്കുക, ടവർ പുഷ് ചെയ്യുക. പെട്ടെന്ന് ടവറൊക്കെ ഡെസ്ട്രോയ് ആവും. അത് നല്ല ശ്രദ്ധിക്കുക. അത് വെച്ച് നല്ല കളിക്കുക. മിയ ശരിക്കും നല്ല ഹീറോ ആണ്. നല്ല ഹീറോ എന്ന് പറഞ്ഞാൽ നല്ല ഹീറോ ആണ്. സോളോയിൽ കേട്ടോ. സോളോ ക്യാരിക്ക് ഇന്നൊക്കെ എത്രയോ ക്യാരി ചെയ്തതിന് മിയ വന്ന മാച്ച്. ചില നല്ല മിയകളുണ്ടെങ്കിൽ നല്ല കളി കളിക്കും. ആ അൾട്ടിമേറ്റാണ് പ്രധാനം. ഗ്രേഞ്ചർ
ഗ്രൈഞ്ചർ ഞാൻ ഡീസൻ്റ് ആണ്, പക്ഷേ ഹൈ ക്യാരിയിലൊന്നും കൊടുക്കണില്ല സിറ്റുവേഷനിൽ. ഗ്രൈഞ്ചറിനെ വെച്ച് കളിക്കുക എല്ലാ കളിയിലും നമുക്ക് MVP ഉണ്ടാവും, പക്ഷെ കളി ജയിക്കാൻ ഭയങ്കര പാടാണ്. ഈ വേവ് ക്ലിയർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ നമ്മൾ സോളോ കളിക്കുമ്പോൾ നമ്മൾ ടീംമേറ്റിനെ എന്താക്കരുത്, ടീംമേറ്റിനെ പ്രതീക്ഷിക്കാതെ കളിക്കുന്ന ഹീറോസിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പിക്ക് ചെയ്യാൻ നോക്കുക. ഗ്രൈഞ്ചറിന് ഉപയോഗിച്ചാൽ ടീംമേറ്റിന് വേണം, ടീംമേറ്റ് ഇല്ലാതെ കളിക്കാൻ കഴിയില്ല. നമുക്ക് സ്പ്ലിറ്റ് പുഷ് ചെയ്യാൻ കഴിയില്ല, സ്പ്ലിറ്റ് പുഷ് ചെയ്താലൊക്കെ നമ്മളെ പെട്ടെന്ന് അടിക്കും. ഗ്രൈഞ്ചറിന് വേവ് ക്ലിയർ, ലാസ്റ്റിൽ ടൈമിൽ ലോഡ്, എല്ലാ കളി സോളോ മാച്ച് 80% എന്താവും ലേറ്റ് ഗെയിമിലേക്ക് പോകും. ലേറ്റ് ഗെയിമിൽ നല്ല പാടുപെടും വേവ് ക്ലിയർ. അതുപോലെ തന്നെ ലെസ്ലി ഇതേ സെയിം അവസ്ഥ ലെസ്ലിക്ക്. പക്ഷേ ഗ്രൈഞ്ചറിന് കുറച്ചുപാടി എന്തുണ്ട്, ലോഡ് ഫൈറ്റിലേക്ക് കുറച്ചുപാടി ഇതുണ്ട്. അവൻ്റെ ആ ഒരു സ്പെൽ വാമ്പ് ഉണ്ടല്ലോ, ഫസ്റ്റ് സ്കില്ല് സ്പെൽ വാമ്പ് ഇട്ടു, അതിൻ്റെ എംബ്ലം യൂസ് ചെയ്യുന്ന ആൾക്കാർ അധികം ആൾക്കാർ ആ എംബ്ലം തന്നെ യൂസ് ചെയ്യൽ. അപ്പോൾ അതിന് കുറച്ച് റീജിയനെ കിട്ടും. പക്ഷെ ലെസ്ലി അങ്ങനെയല്ല, ലെസ്ലിക്ക് സോളോയിൽ ലോഡിനൊന്നും പുഷ് ചെയ്യാൻ കഴിയില്ല. ലോഡ് വരാണ് ഡിഫെൻഡ് ചെയ്യാൻ ക്ലിയർ, ലോഡിൻ്റെ അപ്പുറം വലിയ മിനിയൻസ് വരും, ക്ലിയർ ചെയ്യാൻ പാടുപെടും. കില്ലാണോ സിറ്റുവേഷനിൽ പോവുക. പക്ഷെ ഞാൻ പറയും ലെസ്ലി സിറ്റുവേഷനിലാണ് ശരിക്കും ക്യാരി ചെയ്യുക, കില്ല് വെച്ച് ക്യാരി ചെയ്യാം. പക്ഷേ ആ ഒരു ടീം നല്ല ടാങ്കും കാര്യങ്ങളൊക്കെ വന്നാൽ ഞങ്ങൾ പാടുപെടും. ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സ്ട്രോങ് ബാഡ് വെക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷൻ ലാസ്റ്റിലും വെക്കുക, അങ്ങനെ വെക്കാം. ക്ലൗഡ് ആക്ച്വലി റിയലി ഗുഡ്. സോളോ വെച്ച് കളിക്കുകയാണെങ്കിൽ ക്ലൗഡിനെ വെച്ച് കളിക്കുക. ക്ലൗഡിൻ്റെ അൾട്ടിമേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അൾട്ടിമേറ്റ് എന്താവും, എയർബോൺ വന്നാൽ ക്യാൻസലാവും, അത് ശ്രദ്ധിക്കുക. ക്ലൗഡിനെ പിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് പിക്ക് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് പിക്കിങ് കിട്ടുകയാണെങ്കിൽ മാത്രം ക്ലൗഡിനെ പിക്ക് ചെയ്യുക. ഫസ്റ്റ് പിക്കിൽ വരുമൊന്നും പിക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് ബിയട്രസിനെ പിക്ക് ചെയ്യുക, അതുപോലെ ഒബ്സിഡിയനെ പിക്ക് ചെയ്യുക. പിന്നെ കിമ്മി വാനും കുറച്ചും കഴിഞ്ഞിട്ട് പിക്ക് ചെയ്യണം എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെ കളി തീർക്കുക. ആർക്കും ഇങ്ങനെ കൗണ്ടർ എടുക്കാൻ കഴിയില്ല. ലാസ്റ്റ് പിക്ക് ചെയ്താൽ വാനൊക്കെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ വാനെ പിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യുക, കുഴപ്പമില്ല, നല്ല ഹീറോ ആണ്. മെലിസ സിറ്റുവേഷനിലാണ്. മെലിസ ഈസ് ആക്ച്വലി ഗുഡ്. ചില ഫൈറ്റേഴ്സിനൊന്നും എന്തായില്ല, മെലിസിനെ അടിക്കാൻ കഴിയില്ല. ഫൈറ്റേഴ്സൊക്കെ മെലിസിൻ്റെ അൾട്ടിമേറ്റാണ് മെയിൻ പ്ലസ് പോയിൻറ്റ്. അൾട്ടിമേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ മെലിസ എസ്സിലേക്ക് വരെ കയറാം. ഡീസൻറ്റ് എസ് എന്നാണ് ഇവിടെ കൊടുക്കുക. പക്ഷേ മെലിസ പെട്ടെന്ന് ചാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മെലിസ ക്യാരി കുറവാണ്. ഇതിനിടയിൽ രണ്ടിന് ഇടയിലാണ് ഗൈസ്. സ്ട്രോങ് എസ് അല്ലെങ്കിൽ സ്ട്രോങ് എ അല്ലെങ്കിൽ വീക്ക് എസ്, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. ക്ലിൻറ്റ് ഹൈ ക്യാരിയാണ്. ക്ലിൻറ്റിനെ വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നല്ല കളി കളിക്കാം. ക്ലിൻറ്റിനെ ഉപയോഗിച്ച് കളി ഗൈസ് നല്ല വിൻ റേറ്റ് കിട്ടും. YSS സിറ്റുവേഷനിലാണ്. ഇക്സിയ എസ് റിയലി ഗുഡ്. ഇക്സിയൻ്റെ അൾട്ടിമേറ്റ് വെച്ചിട്ട് സ്ക്വാഡ് പ്ലെയർ ആണ് ഇക്സിയെങ്കിലും നിങ്ങൾക്ക് സോളോയിലും എന്താ ചെയ്യുക, യൂസ് ചെയ്യുക. ടീം ഫൈറ്റ് വരാണെങ്കിൽ ഇക്സിയൊക്കെ നല്ല അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ചെറിയ നെർഫ് കിട്ടിന്, അതുകൊണ്ടാണ് കുഴപ്പമില്ല, എന്നാലും ഡീസൻ്റാണ്. സോളോ മാച്ചിൽ നിങ്ങൾക്ക് സ്കൈ പീസറൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എന്തൊക്കെ സ്നോബോൾ ചെയ്യുക. ഏളി ഗെയിം നല്ല അഗ്രസീവായി കളിക്കാൻ നോക്കുക. ബ്രോഡി സിറ്റുവേഷനിലാണ്. ബ്രോഡി അടിപൊളിയാണ്, പക്ഷേ നല്ല ടാങ്ക് കാര്യങ്ങളൊക്കെ വന്നാൽ ചാവും. അത്രേ ഉള്ളൂ ഗൈസ്, വേറെ ഒന്നുമില്ല. ഞാൻ അവരെ പറ്റി പറയും. YSSന് എന്തുകൊണ്ട് സിറ്റുവേഷൻ, YSS ഇപ്പോൾ ഗോൾഡ് ലൈൻ പ്ലേയബിളാണ്. പക്ഷെ അറിയാതെ YSSൻ്റെ സ്കില്ല് മാസ്റ്റർ ചെയ്യാൻ കുറച്ച് പാടാണ്. ആ സ്കില്ല് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്ക് നല്ല കളി കളിക്കുക. അറിയെങ്കിൽ എന്തായാലും ലെസ്സാണ്. സ്കില്ല് അറിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, സിറ്റുവേഷൻ തന്നെ പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ് നേരെ സ്കില്ല് 1, 2 അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് അറിയെങ്കിൽ മാത്രം എസ്സിലേക്ക് പോവാം, അല്ലെങ്കിൽ സിറ്റുവേഷനിൽ പോവാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഒരാളെ വിട്ടുക്കണം കേട്ടോ. ആരാണെന്നറിയോ? റോജറിനെ വിട്ടുക്കണം. റോജർ എവിടെ? ഇതേ നിൽക്കുന്നു റോജർ. റോജർ S+ ഹൈ ക്യാരിയാണ്. റോജറിനെ നിങ്ങൾ ഗോൾഡ് ലൈനിൽ കളിപ്പിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, അടിപൊളിയാണ്. ലേറ്റ് ഗെയിം മോൺസ്റ്ററാണ്
റോജർ നല്ല ഫാം ചെയ്യുക. ഫസ്റ്റ് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫൈറ്റിന് പോകരുത്, ഫാം ചെയ്യാം, മാക്സിമം ഫാം ചെയ്യുക. നിങ്ങളാണ് ലൈറ്റ് ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് കൊടുക്കുന്ന ഹീറോ. നിങ്ങളാണ് ലൈറ്റ് ഗെയിമിൽ ക്യാരി ചെയ്യേണ്ട ഹീറോ. നിങ്ങൾ എന്ത് ചെയ്യണം, ലൈറ്റ് ഗെയിമിന് വേണ്ടി ഇപ്പം തന്നെ ഫാം ചെയ്ത് വെക്കണം. 5 മിനിറ്റ്, ഫസ്റ്റ് 5 മിനിറ്റ് എന്തൊക്കെ വന്നാലും ചാവരുത്. എങ്ങനെയെങ്കിലും ഫാം ചെയ്ത് ആ ടവറിൻ്റെ ഉള്ളിൽ തന്നെ ഹഗ് ചെയ്ത് നിൽക്കുക. പിന്നെ ലൈറ്റ് ഗെയിം ഹീറോ, മിഡ് ടു ഏർലി ഗെയിം ഹീറോ, അങ്ങനത്തെ ഹീറോകളൊക്കെ ഉണ്ട്. ക്ലിൻറ്റിന് നമുക്ക് എല്ലാ ലൈറ്റ് ഗെയിമും മിഡും ഏർലിയൊക്കെ കളിപ്പിക്കുക. അതാണ് ക്ലിൻറ്റ് എസ് പ്ലസ് വരാൻ കാരണം. ഇനി ഇതിൽ കറക്റ്റ് ആരെങ്കിലും അങ്ങോട്ടും കൂടെ ചെയ്യാനുണ്ടെങ്കിൽ ബീട്രിക്സ് ഒന്നാമത് തന്നെയാണ്, ഒബ്സിഡിയൻ രണ്ടാമത് ഞാൻ യൂസ് ചെയ്യൂ, വാൻവാന് മൂന്നാമത് വരും, റോജർ കിമ്മിനേക്കാളും ഹെൽത്ത് ഉണ്ടാകൊണ്ടാണ് റോജറിന്, ഒരു ഫൈറ്റർ മാതിരിയല്ലേ. ഇതിൽ ക്യാരി ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. മോസ്കോൻ്റെ അത്ര വരില്ല, ഇങ്ങനെ വരും. ആവി മെലിസ അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ അനുഭവത്തിൽ നിങ്ങൾ കളിക്കേണ്ട ഹീറോ. ലെസ്ലി അന്ന കളി മൊത്തം ലെസ്ലിനെ വെച്ച് തോക്കല. നമ്മുടെ ടീമിൽ ലെസ്ലി വന്നു, അപ്പോൾ കളി തോക്കും. ലോഡ് പുഷ് ചെയ്യാൻ ആളുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിൽ നല്ലൊരു സ്പ്ലിറ്റ് പുഷർ ഉണ്ട്, ഇപ്പോൾ സണ്ണ് സിലോങ് അങ്ങനത്തെ അറ്റാക്കിംഗ് സ്പീഡുള്ള ഹീറോ ഉണ്ട്, അല്ലെങ്കിൽ ലോഡിനെ സോളോ ചെയ്യാനുള്ള ഹീറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലെസ്ലിനെ എടുക്കാൻ. അങ്ങനത്തെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ലെസ്ലിനെ പിക്ക് ചെയ്യരുത്. പിന്നെ ലോഡ് പിന്നെ ആരെടുക്കൂ, അത് ശ്രദ്ധിക്കുക. ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, എന്തായാലും മാറ്റം ഉണ്ടാവും. കാരണം ഇതിലേക്ക് തീരെ യോജിക്കാത്ത ആൾക്കാർ വരെ ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, എനിക്ക് സോളോ മാച്ചിൽ വിൻ റേറ്റ്, കളി ജയിക്കണോ 1v1 അല്ല 5v5 നമുക്ക് ക്യാരി ഏറ്റവും കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഹീറോസ് ഇവരാണ്. ഇവരെ വെച്ച് കളിച്ചാലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിൻ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ ഹൈപ്പും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ എന്തായാലും വരും. ടയർലിസ്റ്റ് EXP, ഞാൻ EXP മെയിനാണ്. പിന്നെ ഹൈപ്പറും കളിക്കും. ഞാൻ എല്ലാ ലൈനും കളിക്കും ഗൈസ്. ഞാൻ അങ്ങനെ ഒരു ലൈൻ അതുപോലെ തന്നെ ഒരു ഹീറോ വെച്ച് കളിക്കുന്ന ആളല്ല. ഞാൻ എല്ലാ ഹീറോസും എല്ലാ ലൈനും കളിക്കും. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ബോറടിക്കും ഓരോ ഹീറോസിനെ തന്നെ വെച്ച് കളിച്ചാൽ. അതുകൊണ്ടാണ് ഞാൻ ഗ്ലോബലൊന്ന് പുഷ് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹീറോനൊക്കെ വേണമെങ്കിൽ പുഷ് ചെയ്യാം. പക്ഷേ ഭയങ്കര ചെറുപ്പാണ് ഗൈസ്, ബോറടിക്കലോ എല്ലാ സമയത്തും ഒരു ഹീറോനെ വെച്ച് കളിച്ചാൽ. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാം സബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ കാണാം. ബൈ.